നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഏവർക്കും ചെമ്മാട് തൂബ ജോബയുടെ റമദാൻ ആശംസകൾ. വാർത്തകൾ വിശദമായി. ഭവന നിർമ്മാണത്തിനും കൃഷിക്കും ഊന്നൽ നൽകി നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് NV മൂസക്കുട്ടി അവതരിപ്പിച്ചു. 29,22,20,908 രൂപ വരവും 21,70,80,842 രൂപ ചെലവും 7,51,40,46 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. വിവിധ കാർഷിക വൃത്തിക്കായി 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമായിട്ടാണ് ഇതിനെ കാണുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പാർപ്പിട മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ബജറ്റിൽ നൽകിയിട്ടുള്ളത്. 2,35,78,000 രൂപ ഈ മേഖലയ്ക്കായി വകയിരുത്തിയിട്ടുണ്ട്. ലൈഫ് മിഷൻ, PMAY തുടങ്ങിയ പദ്ധതികളിലായി അപേക്ഷിച്ച മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് അനുവദിക്കുക എന്ന ലക്ഷ്യവും പഞ്ചായത്ത് ബജറ്റിലൂടെ മുന്നിൽ കാണുന്നുണ്ട്. നന്നമ്പ്ര സമ്പൂർണ്ണ ഭവന ഭൂമിയാക്കുക എന്ന ലക്ഷ്യത്തിൽ ഭൂരഹിത ഭവനരഹിതരായ ഭൂമി കണ്ടെത്തിയ മുഴുവൻ അപേക്ഷകർക്കും വീട് അനുവദിക്കുന്നതിനുള്ള പദ്ധതിയും വകയിരുത്തലിൽ ഉൾപ്പെടുന്നു. നന്നമ്പ്രയിൽ ഏറെ പ്രാധാന്യത്തോടെ മൃഗസംരക്ഷണ രംഗത്ത് മുന്നേറ്റം ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു ഡീലക്സ് വെറ്റിനറി ഹോസ്പിറ്റൽ നടപ്പിലാക്കുന്ന പദ്ധതിയും വകയിരുത്തിയിട്ടുണ്ട്. ഇതിനായി പഞ്ചായത്ത് ഏറ്റെടുത്ത കൊടിഞ്ഞി ചുള്ളിക്കുന്നിലെ ഭൂമിയിലാണ് വെറ്റിനറി ഹോസ്പിറ്റൽ സ്ഥാപിക്കുക. ഇതിന്റെ ചുറ്റുമതിൽ പ്രവൃത്തിക്കായി ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മറ്റു സെക്ടറുകളുടെയും സഹായം ഉപയോഗപ്പെടുത്തി അടുത്ത സാമ്പത്തിക വർഷത്തോടെ പ്രവൃത്തി പൂർത്തിയാക്കാൻ പദ്ധതിയുണ്ട്. സേവന മേഖലയ്ക്ക് 7,45,12,042 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 2,21,11,800 രൂപയും പട്ടികജാതി വികസനത്തിനുള്ള പ്രത്യേക പരിപാടിക്കായി 5,90,000 രൂപയും വയോജനക്ഷേമത്തിനായി 15 ലക്ഷം രൂപയും റോഡുകൾക്കായി 1.5 കോടി രൂപയും തെരുവ് വിളക്കുകൾക്കായി 24 ലക്ഷം രൂപയും അംഗനവാടി പോഷകാഹാരത്തിനായി 1,10,50,000 രൂപയും കല്ലുങ്കുകൾക്ക് 6,31,200 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വനിതാ വയോജനങ്ങളുടെ ഉല്ലാസയാത്രയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കുടുംബശ്രീ സംരംഭങ്ങൾക്ക് 18,75,000 രൂപയും കുട്ടികൾ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് 14 ലക്ഷം രൂപ വീതവും വകയിരുത്തിയിട്ടുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 1,46,36,542 രൂപയും സാമൂഹ്യ സുരക്ഷാ പെൻഷന് 7 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. പരമാവധി ജനക്ഷേമകരമായ എല്ലാ മേഖലകൾക്കും ഗുണകരമായി വകയിരുത്തിയിട്ടുള്ള ജനപക്ഷ ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടിരിക്കുകയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ പദ്ധതി പ്ലാൻ ചെയ്യണം. പ്രദേശം പ്രത്യേകം സൂചിപ്പിച്ച കാര്യമാണ്. നമ്മൾ പദ്ധതി പ്ലാൻ ചെയ്യുന്ന പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നേരിട്ട് അറിയുന്ന ഏറ്റവും ദരിദ്രനായ ഒരാളെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കേണ്ടത് കാണുക. അയാൾക്ക് ഞാൻ ഈ പദ്ധതി നിർമ്മാണം നടത്തുന്നത് എന്ത് ഗുണം കിട്ടും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ പദ്ധതി നിർമ്മാണം നടത്തുന്നത് കൊണ്ട് അയാൾക്ക് എന്ത് ഗുണം കിട്ടുമെന്നാണ് ഗാന്ധിജിയെ ചിന്തിപ്പിക്കുന്നത്. അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സമൂഹത്തിൽ നമ്മൾ ഏത് പദ്ധതി നൽകുമ്പോഴും പദ്ധതി ഉണ്ടാക്കുമ്പോഴും സമൂഹത്തിൽ ഏറ്റവും ദരിദ്രനായ ഒരാൾക്ക് എന്ത് ഗുണം കിട്ടുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ സാധ്യമാകുന്ന ഒരു പ്രധാന കാര്യം പദ്ധതി നിർമ്മാണം നടക്കുക എന്നുള്ളത് മാത്രമല്ല, രാജ്യത്ത് നമ്മുടെ സമൂഹത്തിൽ സാമ്പത്തിക സമത്വത്തിന്റെ കാര്യം ഉണ്ടാകും എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയമാണ്. നമ്മൾക്ക് പദ്ധതി നിർമ്മാണം നടത്തുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ജനപ്രതിനിധികളൊക്കെയും ചിന്തിക്കുന്ന ഒരു കാര്യം എനിക്ക് വേണം എന്നുള്ളതാണ്. എനിക്ക് വേണം, എനിക്ക് എന്താ പറയാ, എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എനിക്കാണ് വേണ്ടത്. എനിക്ക് റോഡ് വേണം, എനിക്ക് ദൂരം വേണം, എനിക്ക് പരിപാടി വേണം, ഇങ്ങനെയാണ് നമ്മളൊക്കെ ചിന്തിക്കാറ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇല്ലാത്തടത്ത് വരണമില്ല. നമ്മുടെ പ്രദേശം മാത്രമല്ല നമ്മുടെ നാടെന്നുള്ളത്. പ്രാദേശിക പഞ്ചായത്ത്, നമ്മുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രത്യേക വാർഡല്ല, അല്ലെങ്കിൽ പ്രത്യേക പ്രദേശമല്ല. എല്ലായിടത്തും നമ്മൾ പിന്നോക്കം നിൽക്കുന്ന ഭാഗങ്ങള് അത് നമുക്ക് മുന്നോക്കം കൊണ്ടുവരാൻ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു പ്രദേശത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഒരു നാട് മാത്രം പുരോഗമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഗുജറാത്ത് മാത്രം പുരോഗമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് മാത്രം പുരോഗമിച്ചത്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ബോംബെ, മഹാരാഷ്ട്ര മാത്രം പുരോഗമിച്ചതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയാൻ നമുക്ക് കഴിയും. പ്രത്യുത നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നാടിന്റെ സർവ്വതോന്മുഖമായ പുരോഗതിയാണ് ചിന്തിക്കേണ്ടത്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലിന ഷാജി പാലക്കാട്ട് അധ്യക്ഷത വഹിച്ചു. തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒഡീൽ പീച്ചു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുമിത്ര ചന്ദ്രൻ, C ബാപ്പുട്ടി, VK ഷമീന, മുൻ പ്രസിഡന്റ് PK റൈഹാനത്ത്, ബ്ലോക്ക് അംഗം അനിത PP, ഊർപ്പായ് സൈദലവി, പ്രതിപക്ഷാംഗം PP ഷാഹുൽ ഹമീദ എന്നിവർ സംസാരിച്ചു. ബജറ്റിന്മേലുള്ള ചർച്ചയും അംഗീകാരവും 17 നടക്കുന്ന ബോർഡ് മീറ്റിംഗിൽ വെച്ച് നടക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.